അസ്സലാമലൈക്കും. റംസാൻ ടെലിഗ്യൂസിലേക്ക് സ്വാഗതം. ആരാണ്? ഷഹന. ഷഹന എവിടുന്നാ? നല്ലണം. ഇന്ന് എല്ലാവരും നല്ലയിടത്തു നിന്നല്ലോ. ഇന്നത്തെ എപ്പിസോഡിൽ നേരത്തെ വിളിച്ചതും നല്ലയിടത്തു നിന്ന് തന്നെയാണ്. ഷഹന എന്ത് ചെയ്യുന്നു? 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഏത് സ്കൂളിലാണ്? മീൻചന്ത അല്ലേ? അപ്പോ ഇന്ന് സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണോ? സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക. ആകെ ക്ഷീണായോ നോമ്പൊക്കെ എടുത്ത് സ്കൂളിലൊക്കെ പോയി വന്ന് ഇരിക്കുമ്പോ? ഇല്ല. നല്ല കുട്ടിയാ. നോമ്പൊക്കെ എടുക്കാറില്ലേ? എല്ലാ നോമ്പും എടുക്കാറുണ്ട് അല്ലേ? പ്രോഗ്രാം കാണാറില്ലേ? അപ്പൊ അറിയാലോ, റൂൾസ് ഒക്കെ അറിയാലോ എങ്ങനെയാണെന്നുള്ളത്. 3 ചോദ്യം ചോദിക്കും. 3നും കറക്റ്റായിട്ട് ഉത്തരം നൽകുകയാണെങ്കിൽ സമ്മാനമുണ്ട് കേട്ടാ. ചോദിക്കട്ടെ ഞാൻ? ഉഹുദ് യുദ്ധം നടന്ന വർഷം. ഉഹുദ് യുദ്ധം നടന്ന വർഷം. ഓപ്ഷൻ എ ഹിജറ 3, ഓപ്ഷൻ ബി ഹിജറ 4, ഓപ്ഷൻ സി ഹിജറ 5. ചോദ്യം ശ്രദ്ധിച്ച് ഉത്തരം പറയാം. ഉഹുദ് യുദ്ധം നടന്ന വർഷം, ദിവസമല്ല വർഷം. ഓപ്ഷൻ എ ഹിജറ 3, ഓപ്ഷൻ ബി ഹിജറ 4, ഓപ്ഷൻ സി ഹിജറ 5. ഓപ്ഷൻ എ ഹിജറ 3. ഉറപ്പാണോ? ഒരു സംശയമില്ല? ഇല്ല അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഷഹാന പറഞ്ഞ ഉത്തരം ഓപ്ഷൻ എ ഹിജറ 3 എന്നാണ്. ഷഹാന പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇത് അറിഞ്ഞിട്ട് പറഞ്ഞാണോ അതോ വെറുതെ ഗസ് അടിച്ചാണോ? അറിഞ്ഞ അല്ലെ? എവിടെ പഠിച്ച് എവിടെ വായിച്ചു പരിചയമുണ്ട് തോന്നുന്നു അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുക കേട്ടാ. ഹിജറ വർഷം നടപ്പിൽ വരുത്തിയതാര്? ഹിജറ വർഷം നടപ്പിൽ വരുത്തിയതാര്? ഓപ്ഷൻ എ ജാബിർ റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ ബി സിദ്ദീഖ് റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ സി ഉമർ റളിയല്ലാഹു അൻഹ. ചോദ്യം ഹിജറ വർഷം നടപ്പിൽ വരുത്തിയതാര്? ഓപ്ഷൻ എ ജാബിർ റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ ബി സിദ്ദീഖ് റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ സി ഉമർ റളിയല്ലാഹു അൻഹ. ഉമർ റളിയല്ലാഹു അൻഹ. ഉറപ്പാണോ? ഉറപ്പാണോ? ചെക്ക് ചെയ്ത് നോക്കട്ടെ ഞാൻ, ശരിയാണോന്ന്. അപ്പൊ ഷഹാന പറഞ്ഞത് ഓപ്ഷൻ സി ഉമർ റളിയല്ലാഹു അൻഹയാണ്. ഷഹാന പറഞ്ഞ ഉത്തരം ശരിയാണ്. എന്താ ഷഹാന 2 ഉത്തരവ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഒരു സന്തോഷമില്ലാത്ത? അത് ശരി, സന്തോഷമില്ല എന്ന് പറഞ്ഞപ്പോ ഒന്ന് ചിരിച്ചു കാണിച്ചു അല്ലേ? ഓക്കെ. അപ്പൊ ഇനി ഒരു ഉത്തരം കൂടി, ഒരു ചോദ്യം കൂടി ബാക്കിയില്ല, അതും കൂടി പറഞ്ഞിട്ട് സന്തോഷിക്കാന്ന് വിചാരിച്ചു അല്ലേ? ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. ചോദ്യം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതെപ്പോൾ? നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതെപ്പോൾ? ഓപ്ഷൻ എ ഹിജറ 1, ഓപ്ഷൻ ബി ഹിജറ 2, ഓപ്ഷൻ സി ഹിജറ 3. ശ്രദ്ധിച്ച് ഉത്തരം പറയാം. ഈ ചോദ്യത്തിന് വേണ്ടി കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞ സമ്മാനമുണ്ട്. സമ്മാനം വെറുതെ കളയണ്ട. ഓപ്ഷൻ എ ഹിജറ 1, ഓപ്ഷൻ ബി ഹിജറ 2, ഓപ്ഷൻ സി ഹിജറ 3. നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതെപ്പോൾ? ഹിജറ 1. ഉറപ്പിച്ചു? മുന്നോട്ട് പോവാ. ഓക്കെ. അപ്പൊ ഷഹാന പറഞ്ഞ ഉത്തരം ഓപ്ഷൻ എ ഹിജറ 1 എന്നാണ്. ഷഹാന പറഞ്ഞ ഉത്തരം. ഷഹാന എന്ത് തോന്നുന്നു, ശരിയാണോ തെറ്റാണോ? ശരിയാണ് തോന്നുന്നു അല്ലേ? ഉത്തരം തെറ്റിപ്പോയി. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഹിജറ 2 ആണ്. അപ്പൊ ഇനി മറക്കരുത് കേട്ടോ. അടുത്ത ആരും ഇല്ലേ ചോദിക്കാൻ?
ആ ഉണ്ട്, ഉമ്മ ഉണ്ട്. ഉമ്മാനോട് ചോദിക്കണ്ടേ എന്താണെന്ന്? ഓർമ്മയില്ലായിരുന്നു. ഇതാ പറഞ്ഞേ, പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ അതേപോലെ എടുത്ത് വെക്കരുത്. ഇതേപോലെ എപ്പോഴെങ്കിലൊക്കെ എടുത്ത് നോക്കണം, വായിച്ചു നോക്കണം. മതപരമായ ഒരു അറിവുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും വായിക്കും തോറാൻ നമുക്ക് കൂടുതൽ കൂടുതൽ അറിവുകളൊക്കെ കിട്ടുക. അതേപോലെ ഇങ്ങനെ ഈ ഓരോ പ്രോഗ്രാം കാണുന്നതിലൂടെയും കിട്ടും. അപ്പൊ അത് ഇനി മുടങ്ങാതെ ചെയ്യാൻ പറയാം കേട്ടോ ഉമ്മാനോട്. ഉമ്മ മാത്രല്ല, മോളും ചെയ്യണം. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇനിയും വിളിക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും. ഇപ്പൊ നമ്മൾ വിളിച്ചത് ഷഹാനയായിരുന്നു. നല്ലയിടത്ത് നിന്നാണ് ഷഹാന വിളിച്ചത്. ഷഹാന 2 ചോദ്യത്തിനും കറക്റ്റായിട്ട് തന്നെ ആൻസർ നൽകി. 3ാമത്തെ ചോദ്യം അത് തെറ്റിപ്പോയി. അപ്പൊ എന്തായാലും നമ്മുടെ അടുത്തൊരു കോളർ ലൈനിലൂടെ നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ. ഹലോ. അസ്സലാമു അലൈക്കും. റംസാൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ്? സമീറ. സമീറ. സമീറ എവിടുന്നാ? പേരാമ്പ്ര അല്ലെ? പേരാമ്പ്രയിൽ എവിടെയാണ് വീട്? എന്ത് ചെയ്യുന്നു സമീറ? ഹൗസ് വൈഫാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഭർത്താവ്, 2 മക്കള്, പിന്നെ ഉമ്മയൊക്കെ. ഉമ്മയുണ്ട് അല്ലെ? എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ നോമ്പ്? എങ്ങനെയുണ്ട് സമീറ മൊത്തത്തില്? കുഴപ്പമൊന്നുമില്ല അല്ലേ? പിന്നെ പ്രോഗ്രാമൊക്കെ കാണാറില്ലേ? പ്രോഗ്രാമൊക്കെ കാണാറില്ലേ? റംസാൻ നിലാവ് കാണാറുണ്ട് അല്ലേ? ശരി. അപ്പൊ അറിയാലോ, റൂൾസ് ഒക്കെ അറിയാലോ അല്ലെ എങ്ങനെയാണെന്നുള്ളത്? മക്കൾ എന്ത് ചെയ്യുന്നു? മക്കൾ വരുമ്പോ മോള് 2ാം ക്ലാസ് പഠിക്കുന്നു. മോന് 1.5 വയസ്സായിട്ടേ ഉള്ളൂ. മോൻ നോമ്പ് എടുക്കാറുണ്ടോ? മോന് ഇല്ല, മോന് 1.5 വയസ്സായിട്ടേ ഉള്ളൂ. 1.5 വയസ്സായിട്ടുള്ളൂ. പിന്നെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളാണ് അല്ലേ? മോള് നോമ്പ് എടുക്കാറുണ്ടോ? ഇല്ല, സ്കൂളില്ലാത്ത പഠിപ്പിക്കാൻ വിചാരിച്ചാ എടുക്കൂല്ലേ? അപ്പൊ ഇപ്പോഴേ ശീലിപ്പിക്കണം നോമ്പൊക്കെ എടുപ്പിക്കാൻ. അതല്ലെങ്കിൽ ശീലിപ്പിച്ചില്ല ആകെ ക്ഷീണിച്ചു പോകുന്നൊക്കെ വിചാരിച്ച് എടുക്കാണ്ടിരുന്ന ആ ഒരു ശീലം പിന്നീട് ബാധിക്കുന്നു. അപ്പൊ ഇടക്കൊക്കെ പറ്റുന്ന സമയത്ത് അല്ലാണ്ട് ബുദ്ധിമുട്ടിക്കാണ്ട് ലെവലിൽ നോമ്പൊക്കെ എടുപ്പിക്കുക. കുഴപ്പമില്ല. ശരി. അപ്പൊ ചോദ്യത്തിലേക്ക് കടക്കാം. 3 ചോദ്യവും ചോദിക്കാം. 3 ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനമുണ്ട് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് ഉത്തരം പറയാം. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചോദിക്കാം. ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. മുഹമ്മദ് എന്ന പദം ഖുർആനിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? മുഹമ്മദ് എന്ന പദം ഖുർആനിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 5. ഓപ്ഷൻ എ 3. എന്നോടാ ചോദ്യം ചോദിക്കുന്നത്, ഞാനല്ല അങ്ങോട്ട് ചോദിച്ചത്. അതല്ല, ഒന്നുകൂടി പറഞ്ഞേ. മുഹമ്മദ് എന്ന പദം ഖുർആനിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 5. എത്ര പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട്? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? 3. ഉറപ്പിച്ചോ? ഉറപ്പിച്ച് മുന്നോട്ട് പോവാ. അപ്പൊ എന്തായാലും നമ്മുടെ സമീറ പറഞ്ഞത് ഓപ്ഷൻ എ 3 എന്നാണ്. സമീറ പറഞ്ഞ ഉത്തരം തെറ്റിപ്പോയി. കറക്റ്റ് ആയിട്ടുള്ളത് 4 ആണ്. 4 പ്രാവശ്യമാണ് ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത് മുഹമ്മദ് എന്ന പദം. ശരി. അപ്പൊ ഇനിയും വിളിക്കുക കേട്ടോ. നമ്മൾ വിളിച്ചിരിക്കുന്നത് സമീറ ആയിരുന്നു. പേരാമ്പ്രയിൽ നിന്നാണ് സമീറ വിളിച്ചിട്ടുള്ളത്. സമീറ പറഞ്ഞ ഉത്തരം തെറ്റിപ്പോയി. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു കോളർ ലൈനിലൂടെ നമുക്ക് ആരാണ് നോക്കാം. റംസാൻ ടെലിക്യൂസിന്റെ ഇന്നത്തെ ഈ സെഗ്മെന്റ് അവസാനിക്കാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ അറിവിന്റെ പുതിയ അധ്യായങ്ങൾ അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. വീണ്ടും നമുക്ക് നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ അസ്സലാമു അലൈക്കും.
ബിഗ് ഷോട്ട് റംസാൻ നില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബിഗ് ഷോട്ട് ഡിസൈനിങ് പ്ലാനർ കിഡ്സ് ലേഡീസ് ആൻഡ് ജെന്റ്സ് ഡ്രസ് മെറ്റീരിയൽ ലേഡീസ് കുർത്തി ജീൻസ് ഫോർമൽ ഷർട്ട് ഇന്നർ ലെഗിങ്സ് പാട്യാല പ്രിന്റഡ് കോട്ടൺ ചുരിദാർ വെസ്റ്റേൺ ടോപ്പ് ലാച്ച ചോളി പാർട്ടി വെയർ സൽവാർ all kind of kids item clothes ties baby trolley walker etc. Big Shot Land World Center SM Street Canning phone 0492729 Big Shot Designing Planet. Big Shot റംസാൻ പാചകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹനയിൽ പർദ. അസ്സലാമലൈക്കും. എല്ലാ റംസാൻ നിലാവ് പ്രേക്ഷകർക്കും റംസാൻ പാചകത്തിൻ്റെ മറ്റൊരു രുചികരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്തായാലും നമ്മുടെ ഇന്നത്തെ റംസാൻ പാചകത്തിൽ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. ഓരോ ദിവസവും ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എന്തായിരിക്കും പുതിയൊരു വിഭവം, എന്തായിരിക്കും എന്നൊക്കെ അല്ലേ. അങ്ങനെ ഒരു നല്ലൊരു വിഭവമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ആളുടെ പേര് നമുക്ക് ഡയറക്റ്റ് ചോദിച്ചറിയാം. ആദ്യം നമുക്ക് നമ്മുടെ റംസാൻ പാചകത്തിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമലൈക്കും. പേര്? നൗഷിദ. നൗഷിദ അല്ലേ? ആ, നൗഷിദ ഹൗസ് വൈഫാണോ? ആ, ഇവിടെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ ഹസ്ബൻഡ്, രണ്ട് മക്കളും അല്ലേ. എങ്ങനെയാണ് പാചകത്തോട് ഭയങ്കര ഇഷ്ടമാണോ? ഇഷ്ടമാണ്. എങ്ങനെ ബുക്കിലൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കുമോ അതോ ടി വിയിൽ കാണുന്ന പാചകമൊക്കെ നോക്കി ഉണ്ടാക്കുക അതുപോലെ ട്രൈ ചെയ്യാറുണ്ടോ? ആരാണ് അതിൻ്റെ എന്താ പറയുക ആദ്യം ഉണ്ടാക്കി കൊടുക്കുക? ഹസ്ബൻഡിനാണോ? പരീക്ഷണങ്ങളൊക്കെ ആദ്യം എന്താ പറയുക ഇത് വിജയിക്കോ ഇല്ലേ എന്ന് പറയുന്നത് ആരായിരിക്കും? ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് ഓക്കെ പറഞ്ഞത് കൺഫേം ആണ് അല്ലേ? ശരി. അപ്പൊ എന്തായാലും നമുക്ക് വേണ്ടി എന്താണ് എന്ത് വിഭവമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്? എഗ് ബീഫ് അല്ലേ? ഇതിങ്ങനെ നോമ്പ് തുറക്ക് ഉപയോഗിക്കുന്ന വിഭവം തന്നെയാണ് അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എഗ് ബീഫ് അല്ലേ? എഗ് ബീഫാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോഴിമുട്ട വേണം അല്ലേ? കോഴിമുട്ട ഒരു 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പ്, കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്. ഇത് ഡെക്കറേഷൻ ചെയ്യാൻ എടുത്ത് വെച്ചതാണ്. ബീഫ് വേവിക്കാതെ എടുത്ത് വെച്ചതാണ്. ബോയിൽ ചെയ്യാതെ ബീഫാണിത്. പിന്നെ ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. എന്നാലും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ബീഫാണ്. എഗ് ബീഫിന് വേണ്ടത് ആദ്യമായിട്ട് നമുക്ക് എഗ് കോഴിമുട്ടയാണ്. ഒരു 4 കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് ഹാഫ് വേവിലാണോ അതോ ഫുൾ വേവിൽ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയുണ്ട്, മല്ലിയിലുണ്ട്, ബീഫ് വെറുതെ ബീഫ് കട്ട് ചെയ്ത് വെച്ചാണ്. അതൊന്നും വേവിച്ചിട്ടൊന്നുമില്ല, കഴുകി വെച്ചിട്ടുള്ളൂ. പിന്നെ ഉള്ളത് കുറച്ച് ഉപ്പ്. ഇത് മസാലയാണ്, അതായത് ബീഫും മല്ലിയിലയും ഉപ്പും കുരുമുളക് പൊടി അല്ലേ, ഇതെല്ലാം കൂടി ഇട്ട് ജ്യൂസ് ചെയ്താണ് അല്ലേ, ജ്യൂസ് ചെയ്തെടുത്താണ്. ആ ഒരു മസാലയാണ് ഇത് ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഇനി എന്താ പിന്നെ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണാണോ ഓയിലാണോ? അത് ഓയിലാണ് അല്ലേ? എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്? എങ്ങനെയാണ് ഇത്? എഗ്ഗിൻ്റെ മേലെ ഈ അരച്ചെടുത്ത ബീഫ് ഇതിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് ഓയിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കുക. അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവം തന്നെയാണ്. പ്രത്യേകിച്ച് മുട അതൊക്കെ നമ്മളെ വീട്ടിൽ ഉണ്ടാകുന്നൊരു സംഭവം തന്നെയാണ് കോഴിമുട്ടൊക്കെ. പിന്നെ ബീഫും അത് തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സംഭവം തന്നെയാണ്. ഇത് മെയിനായിട്ട് ഇതിൻ്റെ മസാല കൂട്ടാണ് അല്ലേ? ശ്രദ്ധിക്കേണ്ട ആ മസാല കൂട്ടിന് വേണ്ടത് ശ്രദ്ധിക്കുക. കുരുമുളക്, ഉപ്പ്, കൂടുതൽ ഒന്നുമില്ല, കുരുമുളകും മല്ലിച്ചപ്പ്, ഉപ്പ്. ഇതിന്റെ അളവ് എങ്ങനെ വരുന്നത്? കുരുമുളക് നമുക്ക് ആവശ്യത്തിന് എരിവ് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ഇടാം. നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് എടുക്കാം. ഇതിന്റെ ടേസ്റ്റ് മെയിനായിട്ട് എരിവിലാണോ അതോ എന്തിനാണ്? എരിവ് കൂടണം അല്ലെങ്കിൽ ടേസ്റ്റ് കുറയും അല്ലേ? ശരി, നമുക്ക് തുടങ്ങല്ലോ. അങ്ങനെ ഒന്ന് കാണാമല്ലോ അവർക്ക് അങ്ങനെ ഉണ്ടാക്കണേന്ന്. ഇതെങ്ങനെയാണ് ഇപ്പോൾ റംസാൻ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ റംസാനിന് പലതരത്തിലുള്ള വിഭവങ്ങളൊക്കെ പരീക്ഷിക്കാറുണ്ട് അല്ലേ? എന്താണ് ഒരു ഉറങ്ങിണീച്ച പോലെ ഒരു സ്മാർട്ടല്ലേ സംസാരം? ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും, ഇങ്ങോട്ട് ഇങ്ങനെ ആകെ എന്താ പറയുക തളർന്നിട്ടോണ്ടിരിക്കും സംസാരിക്കും. എന്ത് പറ്റി? നോമ്പിന്റെ ക്ഷീണാണോ? അത് ശരി. ഇപ്പൊ നമ്മളെ വേലയായി പ്രശ്നം. ഓക്കെ, നമ്മൾ വന്നുകൊണ്ട് താമസിച്ച് വന്നു കഴിഞ്ഞോണ്ട്
ക്ഷീണം വന്നു അല്ലേ? ശരി, ഇനി അതൊക്കെ മാറ്റി നമുക്ക് ഇവർക്ക് നമ്മൾ തന്നെ മെയിൻ ഇതിലിപ്പോൾ ഞാൻ പറയുന്നേക്കാൾ കൂടുതൽ നിങ്ങൾ പറയണം, കാരണം നിങ്ങൾക്കാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയി അറിയുള്ളൂ. ഇപ്പോൾ അത് അവർ കാത്തു നിൽക്കുന്ന പറഞ്ഞാൽ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന്. ഇതിലേക്ക് ഓയിൽ വയ്ക്കുക. ഈ എഗ്ഗ് മുങ്ങി പൊരിയാനുള്ള ഓയിൽ ആവശ്യത്തിന് ഒഴിക്കുക അല്ലേ? ബീഫ് എന്ന് പറഞ്ഞാൽ ബീഫിൻ്റെ മസാല, അതായത് ബീഫിൻ്റെ കൂടെ കുരുമുളക് പൊടി, മല്ലിയില, ഉപ്പ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തതാണ് അല്ല? വേറെ അതിൽ ഓയിൽ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ? ഒന്നുമില്ല. ഇത്രയും മാത്രം നമ്മുടെ മിക്സിയിലിടുന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ആ ഒരു മസാലയാണ് നമ്മുടെ കോഴിമുട്ടയുടെ മുകളിൽ തേക്കുന്നത്. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് കോഴിമുട്ട പകുതി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ മസാല വെച്ചിട്ട് ഒരിക്കലാണ്. ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അല്ലേ? ഇത് പൊതുവേ ചെയ്യാറുണ്ടോ ഇവിടെ ഈ ചുറ്റുഭാഗത്ത്? ചെയ്യാറുണ്ട്. നമ്മൾ ചിലപ്പോൾ ആ ഭാഗത്ത് ചിലപ്പോൾ ഇത് ആദ്യമായിട്ടായിരിക്കും. ശരിക്കും നല്ലപോലെ മസാല വെക്കണം അല്ലേ? നല്ലോണം അരച്ചെടുക്കണം, അല്ലാതെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അരക്കണോ അതോ മിക്സ് ചെയ്യണോ? അത് എങ്ങനെ? മിക്സിയിലിട്ട് മിക്സ് ചെയ്യണം. നല്ലോണം ഒന്ന് ഒതുക്കാവണം, നല്ലപോലെ മിക്സ് ആവണം അല്ലേ? ഇറച്ചിയുടെ ബീഫിന്റെ കട്ടിപ്പൊന്നും പാടില്ല, കറക്റ്റ് ഏതായിട്ട്. ഇപ്പം നമ്മൾ കോഴിമുട്ടൻ്റെ വലിപ്പം കൂടിയ പോലെ ശരിക്കും ആ മസാലയൊക്കെ വന്നപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ എഗ് ബീഫാണ്. ഇത് നമ്മൾ സാധാരണ നമ്മൾ മുട്ട പുഴുങ്ങി പൊരിച്ചതൊക്കെ നമ്മൾ അതേപോലെ നമ്മൾ മസാല ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ടൊക്കെ പൊരിക്കുന്ന കണ്ടിട്ട്, ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മസാല കോഴിമുട്ടയുടെ മുകളിൽ ചുറ്റും വരട്ടിയിട്ട് വെച്ചിട്ട് അത് പൊരിച്ചെടുക്കുകയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു സംഭവം. പക്ഷേ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മസാലക്കൂട്ടാണ്. ആ മസാലക്കൂട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് കുളമായിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ കുളമാകും അല്ലേ? അപ്പോൾ നമ്മളിതിൽ വേണ്ടത് ഞാൻ ഒരിക്കൽ കൂടി പറയാം, ബീഫാണ് മെയിനായിട്ട് വേണ്ടത്. ബീഫ് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള, അത് വേവിക്കൊന്നും വേണ്ട, ജസ്റ്റ് നല്ല ആ ബീഫ് കഴുകി വെക്കാം. പിന്നെ കോഴിമുട്ട മെയിനായിട്ട്, ഓരോ കോഴിമുട്ടാണ് അത് കട്ടയോ അങ്ങനെയൊന്നും പാടില്ല. ജസ്റ്റ് കോഴിമുട്ട അത് നല്ല ഫുൾ വേവിൽ തന്നെ അത് വേവിച്ചെടുക്കണം, എന്നാൽ പിഴുങ്ങിയെടുക്കണം, എന്നാൽ അത് കറക്റ്റ് ആവണം. നമ്മുടെ എഗ് ബീഫിൻ്റെ എന്താ പറയുക ആ ഷേപ്പ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കേണ്ട പാത്രമുള്ളൂ, ബാക്കി എന്താ പറയുക എല്ലാ ഘട്ടവും കഴിഞ്ഞില്ല. ഇനി ഇത് പൊരിച്ചെടുക്കുക, അത് ടേസ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ ഇതിൻ്റെ ബാക്കി പരിപാടികൾ. എന്തായാലും നമ്മൾ ഒരിക്കൽ കൂടി പറയാം, എനിക്ക് തോന്നുന്നത് ആദ്യം വേണ്ടത് നമുക്ക് മെയിനായിട്ട് ബീഫാണ്, പിന്നെ കുരുമുളക് പൊടി, മല്ലിയില, ഉപ്പ്, പിന്നെ അത് ടൊമാറ്റോ സോസ് അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മസാലക്കൂട്ടും നമ്മുടെ ബീഫിലിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലൊരു മസാല കിട്ടും. ആ ഒരു മസാലയാണ് നമ്മൾ ഇതിലേക്ക് മുകളിലൊക്കെ പുരട്ടി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വേറെ കാര്യം, നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കാൻ പാടില്ല, ചെറിയ ആ ഒരു ചൂടിലാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത്. അതിൻ്റെ കാരണം എന്താ? ഫുള്ള് വേവാതിരിക്കും, ബീഫ് വേവിക്കുന്നില്ല. വെളിച്ചെണ്ണ ഓയിൽ അധികം അതിൽ മുങ്ങി പൊരിക്കണം, എന്നാലാണ് ശരിക്കും എല്ലാ ഭാഗവും ഒന്ന് വെന്ത് കിട്ടുള്ളൂ അല്ലേ? നമ്മൾ ആദ്യം ബീഫ് വേവിക്കാത്തത് കൊണ്ട് തന്നെയാണ് അധികം നമ്മുടെ ആ ഒരു ചൂട് പാടില്ല എന്ന് പറയാനാണ് അല്ലേ? ഏകദേശം എത്ര ടൈം വേണം? അത് ഇതിൽ കളർ മാറില്ല, നമുക്ക് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ചുമക്കുന്ന വരെ. ശരിക്കും എനിക്ക് സാധാരണ നമ്മൾ ഇതൊക്കെ പൊരിച്ച് ഏകദേശം കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് സ്മെല്ല് കിട്ടുക. ഇതിപ്പോൾ ജസ്റ്റ് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട പാടെ തന്നെ അതിൻ്റെ ആ ഒരു ബീഫിൻ്റെ മസാലയൊക്കെ കൂടി ഒരു സ്മെല്ല് ഇങ്ങനെ കിട്ടുന്നത്, ആ മല്ലിയിലയുടെ ഒക്കെ ശരിക്കും ആ ഒരു ഫ്ലേവർ ശരിക്കും സ്മെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്താ പറയുക, ഇന്ന് നോമ്പായത് കൊണ്ട് ഇതെങ്ങനെ ടേസ്റ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ ഒരു പ്രശ്നം. എന്തായാലും കുഴപ്പമില്ല, ഇപ്പോൾ തൽക്കാലം ഇതിങ്ങനെ നോക്കി കണ്ട് നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ തന്നെ ടേസ്റ്റ് ചെയ്യുക അല്ലേ? ഇപ്പോൾ നമുക്ക് നോമ്പായത് കൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബാക്കിയുള്ള ദിവസം ടേസ്റ്റ് ചെയ്യേണ്ട, ഇന്ന് മാത്രം എന്താ ടേസ്റ്റ് ചെയ്യുന്നില്ല. അത് നമ്മളിതിൻ്റെ മുന്നേ ഷൂട്ട് ചെയ്തുകൊണ്ടാണ്, തെറ്റിദ്ധരിക്കുന്നത്, നോമ്പില്ലാണ്ട് ടേസ്റ്റ് ചെയ്തതല്ല, ഇതിൻ്റെ മുന്നേ ഷൂട്ട് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ നോമ്പ് ഉണ്ടായതുകൊണ്ട് ഇത് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബിഗ് ഷോട്ട് റംസാൻ പാചകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹനയിൽ പർദ.
ആ ഒരു ബ്രൗണിഷ് കളർ ആയില്ലേ? ഇനി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യാനായിട്ടില്ല, ആയിട്ടില്ല. നല്ലോണം എല്ലാ സൈഡും വെന്ത് കിട്ടണമല്ലോ. ധൃതി കൂട്ടാൻ പാടില്ല അല്ലേ? നമ്മൾ എല്ലാ ഭാഗവും വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഏറ്റവും എന്താ പറയുക, ഇതിൻ്റെ ഒരു ഫുൾ വിജയം എന്ന് പറഞ്ഞാൽ ടേസ്റ്റിൽ ഉപരി നമ്മളത് കാണാനുള്ളൊരു ഭംഗിയും കൂടി വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോഴിമുട്ട പൊട്ടിപ്പോകരുത്. അത് പൊട്ടിപ്പോകാണ്ട് അത് പൊരിച്ചെടുക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ബോയിൽ ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ അതിൽ നല്ലോണം വേണ്ടതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യണം. അത് ആദ്യം നമ്മളത് വേവിച്ചെടുത്ത് ബീഫ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല? ഇല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് സ്പീഡിൽ ഇത് പൊരിച്ചെടുക്കാൻ പറ്റില്ല. കാരണം എല്ലാ ഭാഗവും അത് വെന്ത് വരണം. അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് ഞാൻ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് നമുക്കിവിടെ പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. നമുക്ക് ആ കുട്ടിയെ ഒന്ന് പരിചയപ്പെടാം. മധുരപ്പാതി നേടി ലങ്കി മാറിയൊന്നോളെ എന്തായാലും നമ്മുടെ എഗ് ബീഫിലെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ? ഏകദേശം എല്ലാ ഭാഗവും വെന്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് അധികവും അധികം നമ്മൾ ചൂടിലിത് പൊരിക്കരുത്. കാരണം കുറച്ച് കൂടുതൽ സമയം എടുത്താലും കുറച്ച് ആ ഒരു ചൂടിൽ പൊരിച്ചെടുക്കണം. കാരണം എല്ലാ ഭാഗവും അത് വെന്ത് കിട്ടണം. ആ ഒരു ബീഫ് നമ്മൾ വേവിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും നമുക്ക് വെന്ത് കിട്ടണം. എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് വേണം ചെയ്യാൻ. ഇനി ഇത് നമുക്കൊന്ന് ഡെക്കറേറ്റിംഗ് ചെയ്യണതൊന്ന് കട്ട് ചെയ്യണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് നമുക്ക് ഭംഗിയൊന്ന് കൂടുതൽ ഭംഗി വരുത്തിച്ച് കാണിക്കുക അല്ലേ? എന്താ ചെയ്യേണ്ടത് ഭംഗി വരുത്താൻ? ഇത് കട്ട് ചെയ്തെടുക്കണം. പക്ഷെ മല്ലിയിൽ എല്ലാം കൂടെ ഒന്ന് സോസും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. ഓക്കെ. എന്തായാലും നമ്മുടെ എഗ് ബീഫിലെ റെഡി ആയിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ കാണാനും നല്ല എന്താ പറയുക, നമ്മുടെ കോഴിക്കോടൻ ഭാഷ പറഞ്ഞാൽ നല്ല മൊഞ്ചുള്ള എന്താ പറയുക എഗ് ബീഫ് റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നോമ്പായതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മുടെ പ്രൊഡ്യൂസറും ക്യാമറമാനൊക്കെ ഇവിടെ ഉണ്ട്. അവരെന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇപ്പം തന്നെ റിസൾട്ട് പറയും. എന്തായാലും കാണുന്ന ഒരു ഭംഗി ഇതിൻ്റെ ടേസ്റ്റിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളും ട്രൈ ചെയ്യുക. നമ്മൾ ഉണ്ടാക്കിയ വിഭവം എഗ് ബീഫാണ്. പെട്ടെന്ന് ഇപ്പോൾ ചിലപ്പോൾ ചാനലിട്ടൊരു ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാം എല്ലാവർക്ക്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണ് എഗ് ബീഫ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അതിന് വേണ്ടത് ബീഫ് വേവിക്കാത്ത ബീഫ് വേണം. പിന്നെ കുരുമുളക് പൊടി, മല്ലിയില, ഉപ്പ്, പിന്നെ വേറെ ഒന്നുമില്ല, കോഴിമുട്ട മെയിൻ സംഭവം അത് മറന്നു. നമ്മൾ 5 കോഴിമുട്ട എടുത്തിട്ടുള്ളത്. കോഴിമുട്ട ഇപ്പോൾ മുറിച്ച് വെച്ച് നോക്കണ്ട. ആദ്യം നമ്മളത് ഫുൾ വേവിലത് പുഴുങ്ങിയെടുക്കണം. ഫുൾ വേവിൽ, പകുതി ഹാഫ് വേവ് ഒന്നും പറ്റില്ല, ഫുൾ വേവിലത് പുഴുങ്ങിയെടുത്തതിന് ശേഷം നമ്മൾ ഈ മസാല, ഈ മല്ലിയിലയും കുരുമുളക് പൊടിയും ഉപ്പും ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ബീഫും എല്ലാം കൂട്ടി മിക്സിയിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മിക്സ് ചെയ്തെടുത്ത മസാലയാണ് ഇതിൻ്റെ മുകളിൽ കാണുന്നത്. അതിന് ചുറ്റും ആ മസാല വെച്ച് പിടിച്ചതിന് ശേഷം നമ്മളത് അധികം ചൂടില്ലാത്തതിൽ വെളിച്ചെണ്ണയിലേക്ക്, അതായത് ഓയിലിലേക്ക്, നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിച്ച കുഴപ്പമുണ്ടോ? ഓയിലാണ്, സൺഫ്ലവർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ഓയിലിൽ പൊരിക്കണമായിരിക്കും നല്ലത്. അധികം ചൂട് പാടില്ല, പകുതി ചൂടേ പാടിയുള്ളൂ. കാരണം ഇത് നമ്മൾ വേവിച്ചെടുക്കാത്ത ബീഫ് ആയതുകൊണ്ട് തന്നെ അത് വെന്തെടുക്കാനുള്ള സമയം വേണം. അപ്പോൾ നമ്മൾ അധികം ചൂട് കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് പകുതി ചൂടിൽ വേണം ഇത് പൊരിച്ചെടുക്കാൻ. അങ്ങനെ പൊരിച്ചെടുത്ത ഒരു വിഭവം നമ്മളിങ്ങനെ മുറിച്ചെടുത്തു. അതേപോലെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാലൊക്കെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന
ഒരു നല്ല റിച്ച് ഫുഡ് തന്നെയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്യുക. തൽക്കാലം ഇതിവിടെ വെച്ചാണ്, ഈ മനസ്സില്ലെങ്കിൽ കൂടി ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇത്രയും സമയം നമുക്ക് വേണ്ടി പുതിയ വിഭവം പരിചയപ്പെടുത്തി തന്നതിന്. എന്തായാലും ഇവിടെ അവസാനിക്കുന്നില്ല, ഇനിയും ഉണ്ട് 2 വിഭവം കൂടി ബാക്കി. എന്തായാലും നമുക്കിവിടെ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇവിടെ പറയുകയാണ്. ഇനി മറ്റൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. ഇതുവരേക്കും മസലാമ. ബിഗ് ഷോട്ട് റംസാൻ പാചകം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഹനയിൽ പർദ. ബിഗ് ഷോട്ട് റംസാൻ നില നിങ്ങൾക്കായി സമർപ്പിച്ചത് ബിഗ് ഷോട്ട് ഡിസൈനിങ് പ്ലാനർ, കിഡ്സ്, ലേഡീസ് ആൻഡ് ജെന്റ്സ് ഡ്രസ് മെറ്റീരിയൽ, ലേഡീസ് കുർത്തീസ്, ജീൻസ്, ഫോർമൽ ഷർട്ട്, ഇന്നർ, ലെഗിങ്സ്, പട്യാല, പ്രിന്റഡ് കോട്ടൺ ചുരിദാർ, വെസ്റ്റേൺ ടോപ്പ്, ലാച്ച, ചോളി, party wear, shalwar, all kind of kids item, clothes, ties, baby trolley, walker, etc. Big Shot, Landworld Center, SM Street, Canning, code 0492729 270. Big Shot, Designing Planet.